എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് അഡോബി ഇല്ലുസ്ട്രേറ്റർ എങ്ങനെയാണ് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അതിന് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. നേരത്തെ പോലെ തന്നെ എപ്പോഴും സിസ്റ്റത്തിൽ നമ്മുടെ ഉബുണ്ടുവിൽ വൈൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു .exe എക്സ്റ്റൻഷൻ ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാവൂ. അല്ലാത്ത പക്ഷം അത് ഇൻസ്റ്റാൾ ആകത്തില്ല. അപ്പോൾ അതൊരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ നേരെ ഗിറ്റ്ഹബിലേക്ക് പോവാം. അപ്പം ഇത് ഇച്ചിരി ഒരു കോഡിലൊരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അതുപോലെ റിക്വയർമെൻറ്റിലും ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമേ നമുക്ക് കോഡൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ടെർമിനൽ ഓപ്പൺ ആക്കാം. ഗിറ്റ് ക്ലോൺ സ്പേസ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തത് പേസ്റ്റ് കൊടുത്തു, എൻ്റർ. കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു സേവ് ഓപ്ഷൻ വരും. കഴിഞ്ഞ ദിവസത്തെ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സേവ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കിനും ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. എന്താണോ കഴിഞ്ഞ ദിവസത്തേനെ കഴിഞ്ഞും ഡിലേ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം വരുന്നത് വരെ. ഓക്കെ, ഇനി ഏതെങ്കിലും ഹിഡൻ ഫയലിൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു സേവ് ഓപ്ഷൻ അവരത് കാണിക്കുന്നില്ല. നമുക്ക് cd കമാൻഡ് അടിക്കാം. cd Photoshop cc linux. ഓക്കെ, നമ്മളതിൽ കയറിയിട്ടുണ്ട്. ls. അപ്പം ഇത് ഡൗൺലോഡ് ആകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് കയറി ഇനി setup.sh /setup.sh ഈ ഫയലാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ പോലെ ഓപ്ഷനുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണോ ഓപ്ഷൻ എന്നുള്ളത് അതിൻ്റെ മാത്രം നമ്പർ കൊടുത്ത് എൻ്റർ ചെയ്യുക. അപ്പം 1 ഇൻസ്റ്റാൾ ഫോട്ടോഷോപ്പ് CC, എൻ്റർ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഡൗൺലോഡിലേക്ക് ഇത് പോകും. കണ്ടിന്യൂ ചോദിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടിന്യൂ കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ y കൊടുത്ത് എൻ്റർ ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ പോലെ വൈൻ ഓപ്പണായി വരുന്നുണ്ട്. വൈനിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡൗൺലോഡിങ് പ്രോസസ്സ് സ്റ്റാർട്ടാവും. വൈൻ ഓപ്പണായി വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വലിയ സമയമൊന്നും എടുക്കില്ല, എന്നാലും ഇന്നലത്തെ ആ ഒരു ടൈം എടുക്കുമായിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വൈൻ്റെ കോൺഫിഗറേഷൻ പേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ഇനി ബാക്കി സെറ്റിങ്സിലേക്ക് ഇത് പോകത്തുള്ളൂ. ഇനിയിപ്പോൾ അത് ഡൗൺലോഡ് ആകാനായിട്ടുള്ളൊരു ടൈമുണ്ട്, അത് നമുക്ക് വെയിറ്റ് ചെയ്യണം. എബോവ് 1 GB ആണ് ഇന്ന് ഡൗൺലോഡ് ആകേണ്ടത്. എബോവ് അല്ല, ഓൾമോസ്റ്റ് 1 GB. സൈസ് കണ്ടില്ലേ, 1080 MB ആണ്. അപ്പം 1 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ആണ്. 1024 MB ആണ് 1 GB. അപ്പം ഏകദേശം 1 GB-യോളം ഡൗൺലോഡ് ആകാനായിട്ടുണ്ട്. അപ്പം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാനൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഡൗൺലോഡ് കഴിഞ്ഞു. ഇനി ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ നടക്കാൻ പോവുകയാണ്. ഇനി അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞ ദിവസത്തെ പോലെ യൂസ് ചെയ്യാവുന്ന ഫോർമാറ്റിലേക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അഡോബി ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഗിറ്റ്ഹബിൽ ഫോട്ടോഷോപ്പ് കിട്ടാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മുടെ വൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഡെസ്റ്റിനേഷൻ ഡയറക്ടറി ഫോൾഡർ ചേഞ്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വരുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാക്റ്റിംഗ് കഴിഞ്ഞ് ഇൻസ്റ്റാളായി. അപ്പം നമ്മൾ ഇങ്ങനൊരു പേജ് വരും. നമ്മുടെ എന്താ പറയുക, വിൻഡോസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പം ഇപ്പോൾ ക്യാൻസൽ വിസിബിൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 100% ആകുമ്പോൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക, ലക്ക് മോശമാണെങ്കിൽ അവരിതിൻ്റെ കീ ചോദിക്കും. കീ ചോദിച്ചില്ലെങ്കിൽ, കീ ചോദിച്ചാലും നമുക്ക് ട്രയൽ വേർഷൻ ആക്ടിവേറ്റ് ചെയ്ത് അങ്ങ് പോവാം. അതിനുശേഷം ക്രിയേറ്റീവ് ക്ലൗഡിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന CC വെർഷൻസ് എല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ക്രിയേറ്റീവ് ക്ലൗഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരോ അഡോബിയുടെ ഓരോരോ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്രിയേറ്റീവ് ക്ലൗഡ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഫോട്ടോഷോപ്പ് CC മാത്രമേ എടുക്കുന്നുള്ളൂ. നേരത്തെ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ CS വെർഷൻസിനൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ, ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാളേഷൻ ആകുന്നവരെ ഒന്ന് കാത്തിരിക്കാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ 100% കാണിക്കുന്നുണ്ട്. ഇനി അത് ഓട്ടോ ലോഞ്ച് ആണോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓട്ടോ ലോഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇപ്പം കംപ്ലീറ്റിംഗ് ഇൻസ്റ്റാളേഷൻ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചു. അപ്പം മേ ബി
ഓക്കെ, ഫോട്ടോഷോപ്പ് CC വെർഷൻ 16 34 ബിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ വേറൊരു 14 MB ഫയൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് അതുകൂടെ നോക്കാം. ഓക്കെ, ഫോട്ടോഷോപ്പ് CC ഡൗൺലോഡ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ്. വേറൊരു ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ കമാൻഡ് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളതിന് പാസ്വേഡ് കൊടുക്കുക. അപ്പം ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലായിരുന്നു, ഇപ്രാവശ്യം അവരുടെ launcher.sh എന്ന് പറയുന്ന സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം പാസ്വേഡ് ചോദിച്ചത്. അത് നമ്മൾ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് എന്നുള്ള ആ മെസ്സേജ് വരും. ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചല്ലോ, ടോപ്പിക് കാണിച്ചല്ലോ, അതുപോലെ മെസ്സേജ് വരും. ഇനി നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഫോട്ടോഷോപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഫോട്ടോഷോപ്പ് CC ലോഞ്ച്ഡ്. ഇതിപ്പോൾ നേരത്തെ ആ ഇൻസ്റ്റലേഷൻ ഭാഗം നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് സ്കിപ്പ് ചെയ്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വല്ല വ്യത്യാസമോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അത് ഞാനും ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഇൻസ്റ്റലേഷൻ്റെ ആ ലോഡ് ചെയ്ത് വരുന്ന ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാതിരുന്നത്. ഇപ്പം നമ്മുടെ ഫോട്ടോഷോപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൂൾ ബാറും സെറ്റിങ്സും ഒക്കെയാണ്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. The start extension could not be loaded because it was not properly signed in version. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോപ്പർ വേയിലൂടെ അല്ല കയറിയിരിക്കുന്നത്. അപ്പം ഇതാണ് CC വെർഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതിനകത്ത് യൂസേജൊക്കെ പഴയതുപോലെ തന്നെയാണ്. പഴയ ഫോട്ടോഷോപ്പിൽ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ്. സേവ് ചെയ്യുന്നതെല്ലാം അതുപോലെയാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെർഷൻ പുതിയതായതിൻ്റേതായ ചെറിയ ചേഞ്ചസുകൾ മാത്രം ഉണ്ടാവും. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.